إن الحمد لله حمدا كثيرا طيبا مباركا فيه. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. من يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا إيمانا. എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ സദാ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനും റഹീമുമായ അടിമകളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടവും വാത്സല്യവുമുള്ള അൽ വദൂദായ അടിമകളുടെ പാപങ്ങളും പോരായ്മകളും വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പാക്കുകയും പുറത്തു തരികയും ചെയ്യുന്ന അൽ ഗഫാറായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൂടുതൽ കേൾക്കാനും കൂടുതൽ പഠിക്കാനും സാധ്യമായ രീതിയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളിൽ, നമ്മുടെ സാമൂഹികമായ വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, സാമ്പത്തിക രംഗം, എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച്
തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അകന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കണമേ എന്ന് സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിക്കുന്ന, പരിചയപ്പെടുത്തുന്ന ഒരു ആയത്ത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അല്ലാഹുവിനെ ഭയപ്പെട്ട് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ആഗ്രഹിച്ച്, പരലോകത്തെ ഭയപ്പെട്ട് പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ആഗ്രഹിച്ച് അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഈ ദുനിയാവിലേക്ക് നിയോഗിച്ചത്, പ്രവാചകനായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ എങ്ങനെ ഒരു പൂർണ്ണനായ, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന, അല്ലാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും നേടാൻ കഴിയുന്ന, നാളെ പരലോകത്ത് വിജയിക്കുന്ന ആളായി എങ്ങനെ മാറണമെന്ന് ലോകത്തിന് മുഴുവൻ പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ആഗ്രഹിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന, ഓർക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ, പ്രവാചകന്റെ സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ അറിവിന്റെയും നമ്മുടെ പഠനത്തിന്റെയും തോതനുസരിച്ച് ആളുകൾക്ക് സുന്നത്ത് പിൻപറ്റുന്നതിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. അപ്പൊ നമ്മൾ ഓരോ ക്ലാസ്സുകളിലും ഓരോ ഖുതുബകളിലും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക വഴിയാണ് നമ്മൾ കൂടുതൽ ദീനിനോട് അടുക്കുകയും അല്ലാഹുവിന്റെ സാമീപ്യം നേടാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ ഈ ദുനിയാവിൽ നിലനിർത്താനും അതുവഴി നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ സ്വഹാബികളോടാണ് സംസാരിക്കുന്നത്, ലോകാവസാനം വരെയുള്ള ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളൊക്കെ ഉമ്മത്ത് മുഹമ്മദിന്റെ ആളുകളാണ്. അവരെല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലുള്ള എല്ലാ ആളുകളും അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഹാബികൾക്ക് മനസ്സിലായില്ല അത്. യാ റസൂലുള്ളാഹ് വമൻ യഅബ, അല്ലയോ പ്രവാചകൻ, ആരാണ് ഈ വിസമ്മതിച്ച ആൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബ. എന്നെ അനുസരിച്ചവനാണ് ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നു പറഞ്ഞാൽ ആ ഉമ്മത്തിൽ പ്രവാചകനെ അനുസരിച്ച് ജീവിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാം സ്വർഗ്ഗത്തിൽ പോകും. വമൻ അസാനി, എന്നോട് അനുസരണക്കേട് കാണിക്കുന്നവൻ ഫഖദ് അബ, അവനാണ് വിസമ്മതിച്ചൻ, അവൻ സ്വർഗ്ഗത്തിൽ പോകാൻ സാധ്യമല്ല. അല്ലാഹു ആ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്ത് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന സന്മാർഗികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ വലിയ ഭാഗ്യമാണ്. നമ്മൾ ആമീൻ പറഞ്ഞ് കാണിച്ച താല്പര്യം ഉണ്ടല്ലോ, ആ താല്പര്യം നമ്മുടെ അമലുകളിലും പ്രകടമാണ്. നമ്മുടെ അമലുകളിലും അത് എന്താവണം? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അറിവുകളും നമ്മുടെ പഠനവും നമ്മുടെ കേൾക്കലും അനുസരിച്ച് ഏറ്റക്കുറച്ചുണ്ടാകാം. എന്നാലും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഇത്തിബാഅ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. സ്വഹാബികളെ
സ്വഹാബികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവർ പ്രവാചകനെ പിൻപറ്റിയത് മുതൽ ആ പിൻപത്തിന് മുമ്പുള്ള അവസ്ഥയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവർ നരകക്കുഴിയുടെ വക്കിലായിരുന്നു എന്നാണ്. അവർ മുസ്ലിം ആകുന്നതിന് മുമ്പ് നിങ്ങൾ നരകക്കുഴിയുടെ വക്കിലായിരുന്നു. അള്ളാഹു എന്നെ നിങ്ങളിലേക്ക് അയച്ച് നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യുക വഴി എന്നിൽ വിശ്വസിക്കുകയും എന്റെ ചര്യ പിൻപറ്റുകയും ചെയ്യുക വഴി അവരെ പിന്നീട് അള്ളാഹു അവരെ വിശേഷിപ്പിച്ചത് അള്ളാഹു അവരെ തൃപ്തിപ്പെടുന്ന അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ദുനിയാവിൽ ജീവിക്കുന്ന സ്വർഗാവകാശികളായി മാറാൻ അവർക്ക് കഴിഞ്ഞു. കുറച്ചു മുമ്പ് നരകാവകാശികളായി മരണപ്പെടേണ്ടിരുന്ന ആളുകൾ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ ജീവിച്ചിരിക്കുന്ന സ്വർഗാവകാശികളായി മാറാൻ അവർക്ക് കഴിഞ്ഞു. അവർക്ക് താല്പര്യമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, അയ്യുഹന്നാസ് ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു. അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ കൂട്ടത്തിലുള്ള ഒരു സഹാബി ചോദിച്ചു, റസൂലേ അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ഹജ്ജ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കും, നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം. ചോദ്യം ഒരു കൂട്ടത്തിൽ സഹാബി, റസൂലേ എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസക്കത ഹത്താ ഖാലഹാ സലാസ, പ്രവാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും 3 തവണ ഈ ചോദ്യം ചോദിച്ചു. പ്രവാചകൻ ആദ്യം ഉണ്ടായിരുന്നപ്പോ അദ്ദേഹത്തിന് ആ സഹാബിക്ക് ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും ചോദിച്ചു. ഇസ്ലാം പറഞ്ഞ ഒരു വാചകം, ദഊനി മാ തറക്തു, ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ പറഞ്ഞു തരാതെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ വിട്ടേക്കുക. ആ വിഷയത്തിൽ ഇന്നമാ ഹലക മൻ കാന ഖബലകും ബിസുആലികും വഖ്തിലാഫികും അൽ അംബിയായി, മുൻ സമുദായങ്ങൾ, അതായത് തൊട്ടുമുള്ള സമുദായങ്ങൾ, അത് ബനീ ഇസ്രായേലിലേക്ക് കടന്നു വന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ, അതുപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ, ഇവരെല്ലാം ആ അമ്പിയാക്കന്മാർക്ക് എതിര് ചെയ്യുകയും അമ്പിയാക്കന്മാരോട് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്ന വഴിയാണ് അവർ നശിപ്പിക്കപ്പെടാനുള്ള കാരണം. നമ്മൾ സൂറത്ത് ബഖറയിലൊക്കെ പരിശോധിച്ചാൽ മൂസാ നബിയോട് ആ പശുവിനെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞ വാചകമുണ്ട്, ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യരുത് എന്ന് വിലക്കിയാൽ അത് നിങ്ങൾ ഒഴിവാക്കുക, ചെയ്യരുത്. ഒരു കാര്യം നിങ്ങളോട് വിരോധിച്ചോ അത് നിങ്ങൾ വിട്ടു നിൽക്കുക. ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് കൽപ്പിച്ചുവോ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ നിർവഹിക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ പ്രവാചകൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ അത് നിങ്ങൾക്ക് സാധ്യം എങ്ങനെയാണോ നിങ്ങൾക്ക് കഴിയുന്നത് ആ രീതിയിൽ നിങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് വസീയത്ത് നൽകിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഇവിടെ പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ ആ പ്രവാചകന്റെ ചര്യകൾ പിൻപറ്റിയ, ആ സ്വർഗാവകാശികളായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സന്തോഷ വാർത്ത അറിയിച്ച ആ സഹാബികൾ ചെല്ലേണ്ടുന്ന പോയ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ ആ പ്രവാചകന്റെ ചര്യകളെ ഇത്തിബായി ചെയ്യാൻ, അതിന് പിന്തുടരാൻ, അതിന് അനുധാവനം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാലം കുറെ കഴിഞ്ഞു. പിന്നീട് പല മതങ്ങളുടെയും അല്ലെങ്കിൽ പല ആളുകൾ ഇങ്ങനെ ഗ്രൂപ്പുകളായി അല്ലെങ്കിൽ പല പല രീതിയിൽ ഭിന്നിച്ച് അവസാനം ഓരോരുത്തർക്കും അവർക്ക് തോന്നുന്നത് ദീനായി മതമായി ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഖുർആനിലും ഹദീസിലും പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ആളുകൾ വിസ്മരിച്ചു തുടങ്ങി, ആളുകൾക്ക് അറിയാതെ പോയി. പിന്നീട് അത് സുന്നത്താണെന്ന് പറഞ്ഞാൽ, അത് പ്രമാണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മതം അങ്ങനെയല്ല പഠിപ്പിച്ചത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പിന്നീട് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ എത്തി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നതാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മദ്ഹബ്, ഞങ്ങളുടെ മഹല്ലാർ അങ്ങനെയല്ല ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മദ്ഹബുകൾക്ക് അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകളെ വിസ്മരിക്കുകയോ തള്ളിക്കളയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ഉമ്മത്ത് മാറിയിരിക്കുന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ് സഹോദരങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി അത് വിലയിരുത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്യാ സുന്നതൻ മിൻ സുന്നതി ഖദ് ഉമീതത്, തീർച്ചയായും ഒരാള് അയാൾ എന്റെ സുന്നത്തുകളിൽപ്പെട്ട, ഞാൻ പഠിപ്പിച്ച ചര്യകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ചര്യയെ ജീവിപ്പിച്ചാൽ അത്
അത് മരിച്ചു പോയിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ അത് ആളുകൾ ചെയ്യാതെ അത് വിസ്മരിച്ചു പോയിട്ടുണ്ടാകും. സാധാരണ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ സാധാരണ പ്രവർത്തനം ചെയ്തു പോരുന്നുണ്ട്. പക്ഷേ ചില സുന്നത്തുകൾ അത് ചെയ്യാതെ വിസ്മരിച്ച് നഷ്ടപ്പെട്ടു പോയ സുന്നത്തുകൾ അത് ആരാണോ ഒരാൾ ജീവിപ്പിക്കുന്നത് ആ സുന്നത്ത് ആളുകളെ പഠിപ്പിച്ച് ജനങ്ങൾ അത് പ്രാവർത്തികമാക്കിയാൽ അത് ചെയ്തവന്റെ പ്രതിഫലം പോലെ അതിന് ജീവിപ്പിച്ച ആളുകൾക്ക് പ്രതിഫലം ലഭിക്കും. അതായത് നമ്മള് ഒരു സുന്നത്ത്, ഒരു മാന്യത, ഇന്നത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്താണ്, ഇത് നബിയുടെ ചര്യയാണ്, ഇത് ചെയ്യണമെന്ന് ആളുകളോട് പറഞ്ഞ് അത് ആളുകൾ ചെയ്താൽ അത് പഠിപ്പിച്ചു കൊടുത്തവർക്ക് വേണ്ടി, അത് പ്രചരിപ്പിച്ചു കൊടുത്തവർക്ക് വേണ്ടി, അത് ചെയ്ത ആളുകളുടെ അമലുകൾ അവർക്കും കൂടി നേടാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ മുഹീദ്ദീനുകളായി ജീവിക്കുക, മുഹീദ്ദീനുകളായി ജീവിക്കുക, ദീനിനെ ജീവിപ്പിക്കുന്നവരായി ദീൻ ഇവിടെ നിലനിൽക്കണം. പ്രവാചക ചര്യകൾ, പ്രവാചക സുന്നത്തുകൾ ഇവിടെ നഷ്ടപ്പെട്ടു പോകരുത്. അതിനു പകരം പ്രവാചകൻ പഠിപ്പിക്കാത്ത പുതിയ പുതിയ കാര്യങ്ങൾ, പുതുനിർമ്മിതങ്ങളായ കാര്യങ്ങൾ ഓരോ മഹലിലും കൂടുകൂടു പോലെ പുതിയ പുതിയ കാര്യങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് വീഡിയോകളും സോഷ്യൽ മീഡിയകളും എല്ലാം അത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾക്കാണ് ആളുകൾ എന്താ വെച്ചാൽ ഒരു പുതുമ, കുല്ലു ജദീദുൻ ലദീദുൻ എന്ന അറബിയിൽ ചൊല്ലുണ്ട്. എല്ലാ പുതുമയ്ക്കും ഒരു ആസ്വാദനമുണ്ട്. ആ നെയ് ആളുകൾ പിൻപറ്റാൻ നോക്കൂ. നിങ്ങൾ ഏറ്റവും അവസാനം വന്നൊരു കഴിഞ്ഞ വർഷമൊന്നും ഇല്ലാത്ത ഏറ്റവും അവസാനം വന്നെന്ന് വെച്ചാല് മുഹറം ഒന്ന് പിറന്നാൽ നിങ്ങൾക്ക് സമ്പത്തിൽ ബർക്കത്ത് വേണം, ചെയ്യാനും കേട്ടോ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി പറയാൻ നമുക്കൊരു ഉമ്മത്തിനെ ആളുകൾ ചെയ്തത് തെറ്റുകൾ തിരുത്തി നന്മകൾ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായി ബർക്കത്ത് വേണോ? 7-8 വർഷം ഒരു ബിരുദം നേടി, പിന്നെ ബിരുദാനന്തര ബിരുദം നേടി, കിതാബുകളും ഫിഖ് ഗ്രന്ഥങ്ങളും എല്ലാം എവിടെന്ന് ചോദിച്ചാലും പറയാൻ മാത്രമുള്ള അറിവ് നേടിയ പണ്ഡിതന്മാർ ഒരു ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരു പേഴ്സ് എടുത്തിട്ട് ആ പേഴ്സ് നിങ്ങൾ ഈ പേഴ്സിൽ ധാരാളം പൈസ ആണോ, അക്കൗണ്ടിൽ ധാരാളം പണമാണോ, നിങ്ങൾ എന്തിനാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഒരു 313 അല്ലെങ്കിൽ 212 ഇങ്ങനെ അത് ഓരോ അക്ഷരം വേറിട്ട് എഴുതി ഒരു പേപ്പർ എഴുതി മടക്കി പേഴ്സിൽ വെച്ചാല് നിങ്ങൾക്ക് സാമ്പത്തിക വർധന ഉണ്ടാകും എന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന ഈ 10-15 വർഷം കോഴ്സ് എടുത്ത് ഇത്രയും ബിരുദവും ബിരുദാനന്തരം നേടിയ ആളുകൾ ഒരു ഉമ്മത്തിനെ ഭൗതികമായ ബർക്കത്തിന് പഠിപ്പിക്കുന്ന ദിക്റുകളും ദുആന്റെ കോലമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ യഥാർത്ഥ സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇത്തരം വിദേഹത്തിന്റെ ആളുകൾ കടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, നമ്മുടെ കർമ്മപരമായ കാര്യങ്ങൾ, നമ്മുടെ സ്വഭാവ രംഗങ്ങൾ, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ, നമ്മൾ പാലിക്കേണ്ട ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അടവുകൾ, ഇതിലെല്ലാം നിലനിർത്തേണ്ടത് ഒരുപാട് ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സുന്നത്തുകൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയി കൂടാ, ആ സുന്നത്തുകളോട് ജീവിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞു, അഫ്ദലുൽ മുസ്ലിമീന റജുലുൻ അഹിയ സുന്നത മിൻ സുന്നതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൂ മീതസ്. മുസ്ലിങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണെന്ന് ചോദിച്ചാൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് വിലയിരുത്തുകയാണ്, മുസ്ലിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്, നിർജ്ജീവമായിട്ടുണ്ട്. ആ സുന്നത്തുകളെ ജീവിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. അതുകൊണ്ട് ഫസ്ബിറു യാ അഹ്ലു സുന്ന, അഹ്ലു സുന്നത്തിന്റെ ആളുകളെ, സുന്നത്ത് ജീവിപ്പിക്കുന്ന ആളുകളെ, സുന്നത്തിന്റെ പിൻപറ്റുന്ന ആളുകളെ, നിങ്ങൾ അതിനെ പിന്തുടരാനും ക്ഷമ അവലംബിക്കുകയും ജനങ്ങളിൽ ആളുകൾ കുറവായെന്ന് വരാം, എന്നാലും ഒന്ന് നിലനിർത്തുക. സഹോദരങ്ങൾ, 1-2 സുന്നത്തുകൾ ഞാൻ പറയാം. അപ്പൊ നമുക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യജീവിതത്തിൽ പഠിപ്പിച്ച, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മഴയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതുപോലെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസാണ് കാറ്റുമായി ബന്ധപ്പെട്ട ഹദീസ്. സാധാരണ ശക്തമായ കാറ്റടിച്ചു, പല ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായി, ആളപായങ്ങൾ ഉണ്ടായി, അപകടങ്ങൾ ഉണ്ടായി, മരണങ്ങൾ സംഭവിച്ചു, വലിയ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചു. അതിന്റെ എല്ലാം പ്രയാസങ്ങൾ ഇന്ന് മൊത്തം സമൂഹം അനുഭവിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ്. അപ്പൊ ഇവിടെ ഒരു സത്യവിശ്വാസി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു സത്യവിശ്വാസിക്ക് ഇവിടെ എന്താണ് പ്രവാചകന്റെ ചര്യ, സുന്നത്ത് എന്ന് പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരീഹു മിൻ റൗഹില്ലാഹ്, കാറ്റ് എന്നത് അത് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ശ്രദ്ധിക്കണം, ചിലപ്പോ ആ കാറ്റ് അല്ലാഹുവിന്റെ റഹ്മത്തുമായി വരും,
അള്ളാഹുവിന്റെ കാരുണ്യമായിക്കൊണ്ട്. ചിലപ്പോൾ തർതീബിൽ അദാബ്, ചിലപ്പോൾ അത് അള്ളാഹുവിന്റെ ശിക്ഷയായിട്ടും വരാം. റസൂൽ പറയാം, ഒരു കാറ്റ് അള്ളാഹുവിന്റെ സൈന്യങ്ങൾപ്പെട്ട സൈന്യം എന്നാണ് ഖുർആനിലെ ഹദീസിനെ വിശദീകരിച്ചത്. അള്ളാഹുവിന്റെ സൈന്യം. കാരണം ചില സമുദായങ്ങളെ നശിപ്പിക്കാൻ അള്ളാഹു കാറ്റിനെ നിയോഗിച്ചിട്ടുണ്ട്, കാറ്റിനെ അയച്ചിട്ടുണ്ട്. അപ്പൊ അത് റസൂൽ പറയാം, അത് റഹ്മത്തുമായി കൊണ്ടുവരാം, ശിക്ഷമായി കൊണ്ടുവരാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? മുഅ്മിനീങ്ങളെ നമ്മൾ ചെയ്യേണ്ട പറയാം, അതുകൊണ്ട് നിങ്ങൾ ശക്തമായ കാറ്റടിക്കുന്നത് കണ്ടാൽ നിങ്ങൾ അതിനെ ശകാരിക്കരുത്. ഓ നശിച്ച കാറ്റ്. ഇവിടെ ചില പദങ്ങൾ പറയാൻ പറ്റില്ല, മിമ്പർന്ന് ആളുകൾ പറയുന്ന പദങ്ങളെ. കാരണം നശിച്ച കാറ്റ്, അല്ലെങ്കിൽ ആ കാറ്റിനെ ശപിക്കുക, കാറ്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പറയാൻ പറ്റുമോ ഒക്കെ പറയാം. നിങ്ങൾ അതിനെ കാറ്റിനെ ശകാരിക്കരുത്. നിങ്ങൾ ആ കാറ്റിന്റെ ഖൈറിനെ ചോദിക്കണം. ആ കാറ്റിന്റെ ശർറിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പൊ നമ്മൾ ചെയ്തൊരു സുന്നത്ത്, ഇത് ഉമ്മത്തിലെ ആളുകൾ നഷ്ടപ്പെടുത്തിയ സുന്നത്ത് നമ്മൾ നിർവഹിക്കണം. ഒരിക്കല് മദീനയിലെ മസ്ജിദ് നബിയുടെ തൊട്ട അടുത്താണല്ലോ, അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടാണ് പ്രവാചക ഹുജറകൾ. ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലിരിക്കുന്ന സമയത്ത് ശക്തമായ കാറ്റടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, പ്രവാചകൻ എഴുന്നേൽക്കുകയും പ്രവാചകൻ വീട്ടിൽ പുറത്തു പോകുന്നു, ഉള്ളിലേക്ക് കയറുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പ്രവാചകന്റെ മുഖം വിവർണമായി, പ്രവാചകന്റെ മുഖം ഒന്ന് ഭയപ്പാട്. അവൻ ആയിഷ റളിയല്ലാഹു മുഖം കണ്ടു, പ്രവാചകൻ ഭയപ്പെടുന്നതായിട്ട് കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു ചോദിച്ചു, അല്ല പ്രവാചകരെ, സാധാരണ ആളുകൾ പിന്നെ കാറ്റടിക്കുന്നത് കണ്ടാല് അവര് കാർമേഘം കണ്ടാൽ, കാറ്റടിക്കുന്നത് കണ്ടാൽ അവർക്ക് മുഖത്തിൽ മഴ പെയ്യുമെന്നൊരു ഒരു പ്രതീക്ഷയോടുകൂടി ആളുകൾ സന്തോഷിക്കുകയാണ് ചെയ്യുക. പക്ഷേ താങ്കളെ ഞാൻ കാണുമ്പോ മുഖത്തൊരു വെറുപ്പ്, ഒരു പ്രയാസമുള്ളത് പോലുണ്ടല്ലോ. എന്ത് പ്രവാചകരെ, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, വീടിന് പുറത്തിറങ്ങുന്നു, അകത്തേക്ക് കയറുന്നു. അവൻ വിശ്വാസം പറയാ, ആയിഷ ഞാൻ എങ്ങനെ നിർഭയനായിരിക്കും? നോക്ക് നിങ്ങൾ, പ്രവാചകന്റെ ഭയപ്പാടാണ്. ഞാൻ എങ്ങനെ നിർഭയനായിരിക്കും? കാരണം അതൊരു ശിക്ഷയായി. ഈ അടിക്കുന്ന കാറ്റ് ഒരു ശിക്ഷയാണെങ്കിലോ, ഒരു ശിക്ഷയാണെങ്കിലോ. കാരണം ആദുഗോത്രം, ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ ധിക്കരിച്ച ആദുഗോത്രത്തെ അല്ലാഹു കാറ്റിനെ അയച്ചുകൊണ്ടാണ് ശിക്ഷിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് ആദ്യം ഒരു ശിക്ഷയായി തുടക്കം കുറിച്ചത് ഒരു കാർമേഘമായിരുന്നു. ആ കാർമേഘം അവിടെ താഴ്വരയുടെ മുകളിലേക്ക് കടന്നു വന്നപ്പോ അവര് പറഞ്ഞു, ഇതാ കാർമേഘം വന്നിരിക്കുന്നു, നമുക്ക് മഴ പെയ്യിക്കാനുള്ള കാർമേഘം വന്നിരിക്കുന്നു എന്നവർ പറഞ്ഞു. സത്യത്തിൽ അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയുടെ തുടക്കമായിരുന്നു അത്. അങ്ങനെ 7 രാത്രി 8 പകലും തുടർച്ചയായി കാറ്റടിച്ച് ആ പ്രവാചകനെ ധിക്കരിച്ച, പ്രവാചകനെ അവഗണിച്ച, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ പുച്ഛിച്ച, തരം താഴ്ത്തിയ, ശിക്ഷയെ കൊണ്ടുപോയെന്ന് വെല്ലുവിളിച്ച ആ ഉമ്മത്തിനെ അള്ളാഹു തുടർച്ചയായി നശിപ്പിച്ച ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് ആയിഷ അള്ളാഹുവിനോട് കാറ്റിന്റെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലതു ബിഹി വഅഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലതു ബിഹി. ഇതാണ് പ്രാർത്ഥന, ഇതാണ് ദുആ. ഇത് നമ്മൾ ചൊല്ലണം. നമ്മൾ ചൊല്ലാനുള്ളതാണ്, നമ്മൾ പഠിക്കാനുള്ള പ്രാർത്ഥന. വളരെ ലളിതമാണ് ആ പദം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലതു ബിഹി. അല്ലാഹുവേ, ഈ കാറ്റിന്റെ ഖൈർ, അത് അയക്കപ്പെട്ടതിന്റെ ഖൈർ, അതിൽ നിന്ന് കിട്ടുന്ന എന്താണോ, നീ എന്ത് നന്മയ്ക്ക് വേണ്ടിയാണോ നിയോഗിച്ചത്, അതിന്റെ മനാഫ്, അതിന്റെ ഉപകാരങ്ങൾ, അതിന്റെ നന്മകൾ എനിക്ക് ലഭിക്കണമേ. അതിന്റെ തിന്മ, അതെന്ത് ഒരു തിന്മ, തെറ്റിന് അല്ലെങ്കിൽ എന്ത് ഷെറിനാണോ നീ നിയോഗിച്ചത്, ആ ഷെറിൽ നിന്ന് റബ്ബേ ഞാൻ അഭയം തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ. അത് നമ്മൾ പഠിക്കണം. അത് ആ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ചില ആളുകൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഒരു പ്രാർത്ഥന അയച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതാരോ അതൊന്ന് പഠിക്കുക, അതൊന്ന് വായിക്കുക. നമ്മൾ ചില നല്ല മനുഷ്യന്മാർ അത് വായിക്കുകയില്ല, പഠിക്കുകയില്ല,
പരമാവധി എല്ലാ ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അവരുടെ സ്റ്റാറ്റസ് ഉണ്ടാവും, അവരുടെ ഫേസ്ബുക്കിൽ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നിങ്ങൾ ചൊല്ലി പഠിച്ചിട്ടോ ചോദിച്ചാൽ ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട്. അപ്പൊ എത്തിക്ക് മാത്രം നമ്മൾ ആദ്യം പഠിക്കുക. നബി സല്ലല്ലാഹു പഠിപ്പിച്ച സുന്നത്തുകൾ ഇവിടെ നിലനിൽക്കണം. അതിലൂടെയാണ് ഖൈർ, അതിലൂടെയാണ് ബർക്കത്ത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിൽ നമ്മൾ വരുമ്പോ അത് നമ്മൾ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരു സുന്നത്ത് ഹദീസ് കാണാം. ഞാൻ സാധാരണ ആളുകൾ വളരെ അശ്രദ്ധമായി നടക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്നതിന്റെ ഹദീസുകൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് ശ്രദ്ധയിൽപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാത്രിയിലും പ്രവാചകൻ എഴുന്നേറ്റാൽ, പ്രവാചകൻ സാധാരണ നേരത്തെ എഴുന്നേൽക്കും. പ്രവാചകൻ സ്വയം എഴുന്നേൽക്കുകയാണ് പതിവ്. ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്റെ ഹുജറ, തന്റെ റൂമിന്റെ പുറത്തേക്ക് പോകും. റൂമിൽ പുറത്തിറങ്ങും. ഒരു പ്രവാചകൻ ആകാശത്തിലേക്ക് നോക്കും. എന്നിട്ട് സൂറത്തുൽ ആൽ ഇംറാനിലെ ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം 190, 191 ആയത്ത്, ചില സമയത്ത് 190 മുതൽ 200 വരെയുള്ള ആയത്തുകൾ. അപ്പൊ ഈ ഒരു ഹദീസിൽ കാണാം 2 ആയത്ത് പ്രവാചകൻ പാരായണം ചെയ്തു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ 2 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കും, ഓതും, പാരായണം ചെയ്യും. ഒരു പ്രവാചകൻ റൂമിലേക്ക് വരും, മിസ്വാക്ക് ചെയ്ത് പ്രവാചകൻ ഒതുവെടുത്ത് നമസ്കരിക്കും, 2 റക്അത്ത് നമസ്കരിക്കും, അല്പം വിശ്രമിക്കും. കാരണം പ്രവാചകൻ തുടർച്ചയായി ചെയ്യില്ല, കുറച്ചു നേരം വിശ്രമിക്കും. ഇതിൽ വീണ്ടും പ്രവാചകൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങും. 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ രാത്രിയാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രവാചകന്റെ സുബഹിക്കുമ്പോൾ നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. വീണ്ടും പ്രവാചകൻ ആകാശത്തേക്ക് നോക്കി ഇത് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഈ 2 റക്അത്തുകൾക്കിടയിൽ ഇത് പല തവണ ഈ ആയത്തുകൾ പാരായണം ചെയ്തു. ചില ഹദീസുകളിൽ നേരത്തെ പറഞ്ഞ പോലെ അവസാനത്തെ 10 ആയത്തുകൾ. അപ്പൊ നമ്മള് ഇതെന്തിനാ പ്രവാചകൻ വിളിച്ചത്? ഇത് പഠിപ്പിക്കുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് വളരെ ഗൗരവത്തോടുകൂടി പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് വൈലുൻ ലിമൻ ഖറഅ വലം യതഫക്കർ, വൈലുൻ നാശം, നാശം, ഒരാൾക്ക് നാശം. ആർക്ക്? ലിമൻ ഖറഅ, ഓതിയവന്, വലം യതഫക്കർ, ചിന്തിക്കാതെ ഓതിയവന് നാശം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം സുദീർഘമായ ഹദീസിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ബിലാൽ റളിയല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സൂറത്തുൽ ആൽ ഇംറാനിലെ ഈ ആയത്തുണ്ടല്ലോ, ഈ നേരത്തെ 190 ഈ ആയത്ത് ഒരാൾ ചിന്തിക്കാതെ, ആലോചിക്കാതെ, അതിന്റെ ആശയം മനസ്സിലാക്കാതെയാണ് ഓതുന്നതെങ്കിൽ അവന് നാശം എന്ന് റസൂൽ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന്റെ ഗൗരവം ആലോചിച്ചു. അപ്പൊ ആയത്ത് ഓതിപ്പോകാനുള്ളതല്ല, ആയത്ത് ഇങ്ങനെ മറിച്ച് അതിന്റെ ആശയം പഠിക്കാനുള്ളതാണ്, അതിന്റെ ആശയം ഗ്രഹിക്കാനുള്ളതാണ്, അത് പകർത്താനുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിർവഹിച്ച ഒരു സുന്നത്താണ് പ്രവാചകൻ നിർവഹിക്കാനും. ഇതിന് ആ ആയത്തുകൾക്ക് അതിന്റേതായുണ്ട്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകൽ മാറി മാറി വരുന്നതിലും കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതെല്ലാം തീർച്ചയായും ബുദ്ധിയുള്ള, അറിവ് നൽകിയ, വിജ്ഞാനമുള്ള ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്. നിന്നുകൊണ്ട്, വിരുന്നുകൊണ്ടും, കടന്നുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുകയും ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കുകയും എന്നിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ് റബ്ബനാ മാ ഖലഖത ഹദാ ബാതില. ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, അതിനൊരു ഹിക്മത്തുണ്ട്, യുക്തിയുണ്ട്. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. ഫഖീന അദാബക, അതുകൊണ്ട് നരകശിക്ഷയിൽ നിന്നെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ, നിർവഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, ഒരുപാട് ആളുകളിൽ പിൻപറ്റുന്ന ആളുകളുണ്ട്. നമ്മൾ ഇന്ന് ഇതൊന്നെങ്കിലും ഒന്നെങ്കിൽ 2 ആയത്ത് നിങ്ങൾക്ക് നോക്കി ചൊല്ലാം, വീട്ടിൽ നോക്കി ചെയ്യാം, ഫോണിൽ എടുത്ത് നോക്കിയോന്നാ, 2 3 ഒരാഴ്ച നോക്കി ചൊല്ലിയാൽ പഠിക്കാവുന്നേ ഉള്ളൂ. അതിന്റെ ആശയം കൂടി നിങ്ങൾ പഠിക്കുക. റസൂലുള്ളാഹി ചെയ്ത സുന്നത്തുകൾ ഞാൻ പറഞ്ഞത്, അത് പ്രവാചകൻ ഒരു ദിവസം തുടങ്ങുമ്പോ പ്രവാചകൻ എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്ന, ഇതൊരു എപ്പോഴെങ്കിലും അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും പ്രവാചകൻ ചെയ്തിരുന്ന ഒരു ശീലമായിരുന്നു എന്നാണ് ഹദീസിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനെ വാഴ്ത്തണം. ഈ സൃഷ്ടിചരാചരങ്ങളെ കുറിച്ച് ഇതൊന്നും വെറുതെ അല്ല, നമുക്ക് വേണ്ടിയാണ്, അതിലൊരുപാട് ഹൈറുണ്ട് എന്ന് പറയാൻ മാത്രമുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഹൃദയസ്ഥമാക്കണം. ഇൻഷാ അല്ലാഹ് ഇങ്ങനത്തെ ഹദീസുകൾ
ഇതുപോലെ തന്നെ നിത്യജീവിതം നോക്ക് നിങ്ങൾ. നമ്മുടെ ഇബാദത്തുകളുമായി, നമ്മുടെ വിശ്വാസപരമായി, നമ്മുടെ കർമ്മപരമായി, നമ്മുടെ കുടുംബപരമായി, സ്വഭാവപരമായി, അദബുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ഒരുപാട് സുന്നത്തുകൾ. ഇവിടെ ഒരു സഹാബി ജുൻദുബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേട്ടു. പ്രവാചകൻ പറഞ്ഞു, ഇന്ന റജുല ഇദാ സുഖി ഇംറാതുഹു ഉജിറ. ചെറിയ ഹദീസാണ്. പ്രവാചകൻ അത് കേൾക്കാൻ ഒരാള് ശ്രദ്ധിക്കണം, ഒരാള് തന്റെ ഭാര്യയ്ക്ക്, തന്റെ ഇണയ്ക്ക്, ആ ഇണയ്ക്ക് വെള്ളം കുടിപ്പിച്ചാൽ, വെള്ളം നൽകിയാൽ ഉജിറ, അയാൾക്ക് പ്രതിഫലം ലഭിക്കും. ആ വ്യക്തിക്ക് പ്രതിഫലം ലഭിക്കും. സ്വന്തം ഭാര്യ വെള്ളം കൊടുത്താൽ അതിന് പങ്കാളിക്ക് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. ഈ സഹാബി എന്തെന്നറിയോ? നേരെ വീട്ടിൽ പോയിട്ട് ഭാര്യ വിളിച്ചു. എന്നിട്ട് ഭാര്യ ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നു, കുടിക്കാൻ കൊടുത്തു. ഭാര്യ കുടിച്ചു. എന്നിട്ട് നബി അതേ പറയാൻ സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. ഒരാൾ തന്റെ ഭർത്താവ് ഭാര്യയെ വെള്ളം കുടിപ്പിച്ചാൽ, സാധാരണ നാട്ടിലെ പ്രയോഗം കേട്ടോ, ഇത് വെള്ളം കുടിപ്പിക്കാന്നുള്ളത്. ഞാൻ കുറെ കുടിപ്പിച്ചാൽ വെള്ളം ആ കുടിപ്പിക്കലല്ലാതെ, ഇത് ഹക്കായ കുടിപ്പിക്കലാണ്, ഇത് യഥാർത്ഥ കുടിപ്പിക്കലാണ്. ആ കുടിപ്പിക്കുന്നതിന് ഉജ്റ, അതിന് കൂലിയാണ്, പ്രതിഫലമാണ്, നന്മയാണ്. നോക്കൂ നിങ്ങൾ, ആ സഹാബി ആ ഹദീസ് കേൾക്കുന്നു, ആ ഹദീസ് വീട്ടിലേക്ക് പ്രയോഗിക്കുന്നു. ഭാര്യയെ വെള്ളം കുടിപ്പിച്ച ശേഷം ഈ ഹദീസ് ഞാൻ ഇപ്പോൾ ഈ അമൽ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതാണ് എന്ന് ആ സ്വഹാബാവെഴുതി പഠിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. ഒരു 100 കണക്കിന് ഹദീസുകൾ. നമ്മൾ വീണ്ടും പോകുന്നു, നമ്മളൊക്കെ വീണ്ടും പോകുന്ന ആൾക്കാരാണ്, കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. നമ്മൾ പോകുന്നു, എന്തെങ്കിലും ഒന്ന് ഇതാ ബിസ്മില്ല, ഇത് ഞാൻ നബിയിൽ നിന്ന് നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മളങ്ങനെ പ്രാക്ടിക്കലായി ചെയ്യുമ്പോഴാണ് ആ ഹദീസുകൾ ജീവിപ്പിക്കുക, ഹദീസുകൾ സജീവമാകുക. അത് പറയാൻ, ഒന്ന് അറബി പറയാൻ, മലയാളമെങ്കിലും പറയാൻ നമുക്ക് കഴിയണം. നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഇസ്ലാമിന്റെ കുടുംബങ്ങളായി നമ്മൾ മാറാൻ ശ്രമിക്കണം. അല്ലാഹു കൂടുതൽ ഇത് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പോരായ്മകളും വീഴ്ചകളും അല്ലാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂടുതൽ ദീനുമായി അടുക്കാനും ദീന്റെ അറിവ് നേടാനും ജീവിതത്തിൽ നിലനിർത്തുവാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മളെ ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർവാധിനാഥനായ പടച്ചതമ്പുരാന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, ഇതെല്ലാം അല്ലാഹുവിന്റെ ദീന് സത്യസന്ധമായി, വളവില്ലാതെ, കൂട്ടിച്ചേർക്കാതെ, വെട്ടിച്ചുരുക്കാതെ ആളുകൾക്ക് പഠിപ്പിക്കണമെന്ന സതുദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മദ്രസയിലേക്ക് ഒരു കുട്ടിയെ വിടാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ഇൽമുകൾ 100% നമുക്ക് പറയാം, അങ്ങനെ തന്നെ പറയാം, കിതാബിലും ഹദീസിലുമുള്ള സ്വഹീഹായ, സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കില്ലാത്ത, ആരും കൂട്ടിച്ചേർക്കാത്ത, വിധേയത്തിലല്ലാത്ത, യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകരുടെ കാണിച്ച് പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിപ്പിക്കുന്നത്. 100% ഉറപ്പുവരുത്താം. എന്നാൽ ഇതൊന്നും മറ്റ് സ്ഥാപനങ്ങൾക്ക് അവകാശപ്പെടാനേ കഴിയില്ല. ഇത് വെറുതെ ഒരു പറച്ചിലല്ല. ഓരോ വിഷയം എടുത്ത് പരിശോധിച്ചാലും ദീനിൽ പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് മറ്റു പല സ്ഥാപനങ്ങളും മദ്രസകളും ഇന്ന് മക്കളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മദ്രസകൾ, അത് ദീൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ചര്യകൾ, അതിവിടെ നിലനിൽക്കണം. അത് നമ്മുടെ മക്കളിലൂടെ, തലമുറകളോട് കൈമാറണമെന്ന് നമ്മളിവിടെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച കണ്ണോട് മദ്രസത്തുൽ റഹ്മാൻ അവിടെ മദ്രസ പുനരാരംഭിക്കുകയാണ്. നേരത്തെ അവിടെ നടന്നു വന്നിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് പിന്നെ ഒന്നുകൂടി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് ആ പരിസരത്തുള്ള ആളുകൾ, മദ്രസയും ആ പരിസരത്തുള്ള ആളുകൾ, അവരുടെ കുട്ടികളെയും ആ പരിസരത്ത് ചേർക്കാൻ പറ്റിയ ആളുകളെയും എല്ലാം ഒന്ന് വീണ്ടും കണ്ട് പരസ്പരം സംസാരിച്ച് നമ്മുടെ മദ്രസകളെ സജീവമാക്കാൻ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടെ മറ്റൊരു കാര്യം, നമ്മുടെ കമ്മിറ്റിയിൽപ്പെട്ട
അബ്ദുൽ അസീസ് എന്ന് പറയുന്ന സഹോദരന്റെ മരുമകൻ, അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഷിഹാബ് എന്നാണ് പേര്, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മഅഫറത്തിന് വേണ്ടി, പരലോക വിജയത്തിനൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അർഹമറാഹിമായ പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന്റെ എല്ലാവിധ പാപങ്ങളും പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതത്തിൽ വെളിച്ചും വിശാലം നൽകുമാറാകട്ടെ. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടുന്ന സൗഭാഗ്യന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികളെ, അതുകൊണ്ട് ദീന് ഇവിടെ നിലനിൽക്കാനും ആ രംഗത്ത് സൂക്ഷ്മം പാലിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. നമ്മുടെ പോരായ്മകളും നമ്മുടെ വീഴ്ചകളുമെല്ലാം നികത്താനും തിരുത്താനുമുള്ള അവസരങ്ങളായി ഇത്തരം അവസരങ്ങൾ വിലയിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ദീനീയപരമായ അറിവുകൾ നേടാനും പകർത്താനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള അറിവും കഴിവും ആയുസ്സും നല്ല സാഹചര്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച ദീന് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാവിധ സാമൂഹിക സാഹചര്യങ്ങളും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ശിർക്കിൽ നിന്നും വിദഅത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി മുഅ്മിനായി വഹീദായി ഈ ലോകത്ത് വിട പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യത്തിനും കുടുംബജീവിതത്തിനും സമ്പത്തിനും ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളായതിന്റെ പേരിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹുക്ക് ഇസ്സത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ ദുആ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.